പെമ്പിളരെ IB പോയി ചെന്നിട്ട് ഇങ്ങനെ വൃത്തികേട് പറയുന്നു. അതിനൊരു സാഹചര്യം കൊടുത്തിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു ഇപ്പം അവനെപ്പോലുള്ളൊരു വ്യക്തി അവൻ ചൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഒരാളുടെ അടുത്ത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയാം, അവനൊരു ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്, അവനൊരു കോൺഫി വേണമെന്ന് ആഗ്രഹമുണ്ട്, അവനൊരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇവൻ അങ്ങനത്തവനാണ്, ഇവൻ ഇങ്ങനത്തവനാണ്, അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കയറി. ഞാൻ അതുകൊണ്ടാണ് ശിവരുടെ എടാ അവനെ ഉപദ്രവിക്കാൻ കയറുന്നത്. അല്ല അല്ലാണ് ഇപ്പം സാഗറേട്ടൻ പറഞ്ഞു വരണത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഓപ്പോസിറ്റ് ഉള്ളവരാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നാണ് സാഗറേട്ടൻ പറയുന്നത്. അവൻ ചെയ്യുന്നത് ഒന്നും അല്ലാന്നാണ് സാഗറേട്ടൻ പറയുന്നത്. ആഗ്രഹങ്ങളില്ലാത്തവരാരും ഇല്ല സാഗറേട്ടാ. പക്ഷെ അവൻ കാണിക്കുന്ന ഇതിന് നമ്മൾ മറ്റുള്ളവരല്ല, പെൺകുട്ടികളെ മാത്രം ഇത് പറയരുത്. അവനങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ലേ അവൻ അങ്ങനത്തെ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോ ശിവയുടെ തലയെ കൊണ്ട് ഓക്കെ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ എന്താണ്, എനിക്ക് ഇതിൻ്റെ അകത്ത് നല്ല ഫ്രണ്ട്സിനെ വേണം, നല്ല സൗഹൃദങ്ങൾ വേണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഞാൻ എന്താ ചെയ്യുന്ന, എല്ലാവരുമായിട്ട് സംസാരിക്കും, കമ്പനിയാണ്. ആ സൗഹൃദത്തിൽ ഓരോ ടാഗുകളും ഓരോന്ന് വീഴുന്നത്. അപ്പം അത് നമ്മൾ ഒരിക്കലും നമ്മൾ മോശമായിട്ട് പറഞ്ഞിട്ടല്ല. പക്ഷെ എവൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ ഇവൻ അങ്ങനെ പറയാതെ ഇവൻ്റെ ഒരുമാതിരി വളഞ്ഞ വഴിക്കുള്ള ടോക്കാണ്. പക്ഷെ പെൺകുട്ടികളുടെ മറ്റേ IB-ലൊക്കെ ചെന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സാഗറേട്ടൻ പറയുന്നത് അവർ വളം വെച്ച് കൊടുത്തിട്ടാണ് വിനു ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇപ്പൊ എന്താ ഞാൻ അവനെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞല്ല. ആണെടി, ഇപ്പൊ ഒരാളെ ഭാഗത്ത് മാത്രം തെറ്റ് വരില്ല സാഗറേട്ടാ. പല സ്ഥലത്തും നേരിട്ടും ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല. അവൻ നേരിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കില്ലല്ലോ. ഇവിടെ എൻ്റെ ID കാണുമ്പോൾ തന്നെ അവൻ ഓടിക്കളയും. നേരിട്ട് പോയി ചെന്ന് സംസാരിച്ചിരുന്നാലും അവൻ ഓടിക്കളയും, നിൽക്കില്ല. അവൻ ഓടിക്കളയും. കാരണം അവൻ ആൺപിള്ളേരോടൊത്ത് ഇരിക്കില്ല, പെൺപിള്ളേരോടൊത്ത് ഇരിക്കുള്ളൂ. ഇപ്പം അതും ഇല്ല. ഇപ്പം വേറെ ID-ലൊക്കെയാണ് കറങ്ങുന്നതെന്ന് തോന്നുന്നു. അതെന്താ? ഇപ്പൊ എവിടെ ചെന്നിരുന്നാലും പോവേലേ പുറകെ മെൻഷൻ. എങ്ങനെ എവിടെയെങ്കിലും ചെന്നിരിക്കും. പൊന്നുവിനോട് എന്നെ അറിയാം. ഞാൻ വലിയൊരു സെല്ലൊരാളല്ല, ഒറ്റയ്ക്കാണ് ഞാനത്. ഇപ്പം അവൻ ലൈവ് വരാൻ വേണ്ടിയിട്ടൊക്കെ അവന് വേണ്ടിയിട്ടാണ് ലൈവ് വരാൻ വേണ്ടിയിട്ട് ആ ടൈമായി. അപ്പം ഞാൻ പറഞ്ഞു ശിവ അത് വേണ്ട, പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ സാഗറേട്ടാ. അവൻ കാണിച്ച തെണ്ടിത്തരത്തിന് അവൻ ആ തെണ്ടിത്തരത്തിന് ഓപ്പോസിറ്റ് കൊടുത്തേ പറ്റൂ. അങ്ങനെ വിട്ട് ഇപ്പൊ സാഗറേട്ടൻ നില്ല ഒരു മിനിറ്റ് ഉണ്ണിക്ക, ഒരു മിനിറ്റ്. ഇപ്പം വിനുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ സാഗറേട്ടനാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുവോ? അതുകൊണ്ട് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. ഒരു ബോംബ് എടുക്കാൻ